സർവകലാശാല നിയമനത്തിൽ ഗവർണറുടെ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞും ഏറ്റുമുട്ടാനില്ല എന്ന് വ്യക്തമാക്കിയും മുഖ്യമന്ത്രി. വിസി നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെന്നും ചാൻസലറുടെ അവകാശം കവർന്നെടുക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർക്ക് അക്കമിട്ട മറുപടി പറയുമ്പോഴും അനുനയ നീക്കത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരസ്യമായി ഉന്നയിച്ച വിമർശനങ്ങൾക്ക് കണ്ണൂരിൽ 1 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഗവർണറുടെ പരസ്യ വിമർശനങ്ങൾ ദൗർഭാഗ്യകരമാണ്. ചർച്ചയിലൂടെയാണ് യോജിപ്പിലെത്തേണ്ടിയിരുന്നത്. ഗവർണർ കത്തയച്ചതിന് പിന്നാലെ ധനമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തെ നേരിൽ കണ്ടിരുന്നു. താൻ ഫോണിൽ വിളിച്ചതുമാണ്. എന്നാൽ വ്യത്യസ്തമായ ചിലത് സംഭവിച്ചു. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് വരാം. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അത് ഉയർന്നു വന്നാൽ അതിന് പരിഹാരം എങ്ങനെയാണ്? സാധാരണഗതിയിൽ ചർച്ച ചെയ്ത് പൊതുവായ യോജിപ്പിൽ എത്തുകയാണ് ചെയ്യുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. പൊതുമണ്ഡലത്തിലും മാധ്യമങ്ങളിലും തുടർച്ചയായി വാർത്തകൾ വരുന്നു. ചാൻസലർ കൂടിയായ ബഹുമാനപ്പെട്ട ഗവർണറുടെ ചില പ്രതികരണങ്ങൾ വലിയ തോതിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കും വിധം മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന നിലവിലുന്നു. സർവകലാശാല വിസി നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന വാദം മുഖ്യമന്ത്രി തള്ളി. ഈ പ്രചരണം ശരിയല്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിന്തുണയ്ക്കണം എന്നുള്ളവർക്ക് ഉത്തേജനം നൽകുന്ന പ്രസ്താവനയായി അത് മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്നുള്ളതിൽ നിന്നൊന്നും മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന നിഷേധ ചിന്തക്കാരുണ്ട്. അവർക്ക് ഉത്തേജനം നൽകുന്ന പരസ്യ പ്രസ്താവനകൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. വാക്കിലോ നോക്കിലോ ഗവർണറെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഗവർണറുമായി മികച്ച ബന്ധമാണ് സർക്കാരിനുള്ളത്. ഇനിയും ചർച്ചകൾ തുടരും. ഗവർണറുമായി ഏറ്റുമുട്ടലില്ല. ചാൻസലർ പദവി ഗവർണർ ഉപേക്ഷിക്കരുതെന്നും അധികാരം കവർന്നെടുക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനം അത് ഞങ്ങൾ മോഹിക്കുന്ന ഒരു സ്ഥാനമല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോഹമേ ഇല്ല. അത്തരത്തിലെ ഒരു നീക്കവും സർക്കാർ നടത്തിയിട്ടുമില്ല. 24 മണിക്കൂർ പോലും അധ്യാപന പരിചയമില്ലാത്തവരെ വിസിയായി നിയമിച്ചവരാണ് ഇപ്പോൾ വിമർശനവുമായി വരുന്നത്. യോഗ്യതയില്ലാത്തയാൾ നിയമിച്ചതിന് അന്നത്തെ ഗവർണർ ഷീലാ ദീക്ഷിത് നടപടിയെടുത്തതാണെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. നിയമനത്തിൽ ഒപ്പിട്ട ഗവർണർ പിന്നീട് തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല. കണ്ണൂർ വിസി നിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു അത്. ന്യൂസ് 18 കണ്ണൂർ. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയും മുൻ നിലപാടിൽ ഉറച്ചുകൊണ്ട് ഗവർണറുടെ പ്രതികരണം. സർക്കാരുമായി ഏറ്റുമുട്ടലില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും തനിക്കുമേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് ഗവർണർ ആവർത്തിക്കുകയാണ്. ഗവർണറുടെ വിമർശനം ഉയർത്തി സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് കോൺഗ്രസും ബിജെപിയും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിയ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞെങ്കിലും അനുനയ നീക്കത്തിനാണ് സർക്കാർ ശ്രമം. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷവും മുൻ നിലപാടുകളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഗവർണറുടെ പ്രതികരണം. തനിക്കുമേൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന കാര്യം ഗവർണർ ആവർത്തിക്കുന്നു. Under pressure, I cannot exercise my functions properly, and this is no confrontation. I want them to exercise the power. What I have to say, I have said in my letter. I am not going to comment on anything that he said. My position is clear in my letter. ചാൻസലർ സ്ഥാനം ഒഴിയും എന്നതടക്കമുള്ള കടുത്ത നിലപാടുകളായിരുന്നു രാവിലെ ഗവർണർ സ്വീകരിച്ചത്. നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിലും സർക്കാരുമായി ഏറ്റുമുട്ടാനില്ലെന്നാണ് ഗവർണർ വ്യക്തമാക്കിയത്. ഗവർണർ സർക്കാർ തർക്കത്തിൽ മഞ്ഞുരുക്കമുണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ മടങ്ങിയെത്തിയ ശേഷം നേരിട്ട് ചർച്ച നടത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇതിനു മുമ്പായി സർക്കാർ വരുത്താൻ ഉദ്ദേശിക്കുന്ന തിരുത്തൽ നടപടികൾ ഗവർണറെ അറിയിക്കും. ഗവർണറുടെ വിമർശനം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എതിർചേരി. ചാൻസലർ പദവി മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? സാമാന്യ വിവേകമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും ഗവർണറുടെ പരിഹാസത്തിന് 1000 വെടിയുണ്ടയുടെ ശക്തിയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഗവർണറുമായുള്ള തർക്കം ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. പ്രതിപക്ഷമടക്കം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുമെന്നതിനാൽ പ്രശ്നപരിഹാരം വേഗത്തിൽ ഉണ്ടാക്കാനായിരിക്കും ഇനി സർക്കാർ ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. മുസ്ലിം ലീഗിന്റെ വഖഫ് സംരക്ഷണ റാലിയിൽ തനിക്ക് നേരെയുണ്ടായ പരാമർശങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. തന്റെ അച്ഛനെ പറയാൻ മാത്രം എന്ത് വികാരമാണ് നിങ്ങളെ നയിക്കുന്നത്? ചെത്തുകാരന്റെ മകനായതുകൊണ്ടാണെങ്കിൽ അതിൽ അഭിമാനിക്കുകയാണ് താൻ. മറ്റ് പലതും പറഞ്ഞു. അവയോട് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള സംസ്കാരമെങ്കിലും വേണമെന്നാണ് ആ മറുപടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
വഖഫ് ബോർഡിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് എന്റെ ഹൈസ്കൂൾ ജീവിതകാലത്ത് മരണപ്പെട്ടുപോയ ആ പാവപ്പെട്ട എന്റെ അച്ഛനെ പറയുന്ന നിലയുണ്ടായത്? അദ്ദേഹം എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തു? അദ്ദേഹം ചെത്തുകാരനായതാണോ തെറ്റ്? ഞാൻ ഇതിനു മുൻപ് പല വേദികളിൽ പറഞ്ഞതല്ലേ, ആ ചെത്തുകാരന്റെ മകനായ വിജയൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആരെ തോണ്ടാനാണ് ഇത് പറയുന്നത്? ചെത്തുകാരന്റെ മകനാണെന്ന് കേട്ടാൽ പിണറായി വിജയൻ എന്ന ഈ എനിക്ക് വല്ലാത്തൊരു വിഷമായി പോകുന്നതാണോ ചിന്ത? നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു. ഓരോരുത്തർ കണ്ടു ശീലിച്ച കാര്യങ്ങൾ വെച്ച് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റൂ. പിന്നെ അത്തരം ആളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയണം കേട്ടോ. ആദ്യം അതാണ് വേണ്ടത്. കുടുംബത്തിന്റെ സംസ്കാരം തുടങ്ങണം. ആ പറഞ്ഞ ആൾക്കതുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകര് ആലോചിച്ചാൽ മതി. അത്രയും എനിക്ക് പറയാൻ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലീഗ് UDF-ൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു. വർഗീയ വികാരം ഇളക്കിവിടാനാണ് ശ്രമം. കോഴിക്കോട് ആളെ എത്തിക്കാൻ ലീഗിന് കഴിയും. അതുകണ്ട് അതാണ് മുസ്ലിം വിഭാഗമെന്ന് സർക്കാർ കാണുന്നില്ല എന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. CPIM-നെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് എന്തുകൊണ്ടാണ്? അത് ഇവരുടെ വർഗീയ നിലപാടിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. മനുവാണ് ചേരുന്നത്. ജനാധിപത്യ പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്നവർ ജനാധിപത്യ പാർട്ടികളല്ല എന്ന് മുഖ്യമന്ത്രി. CPM-നെയാണ് ഏറ്റവും വലിയ ശത്രുവായി BJP കാണുന്നത്. RSS നേരത്തെ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് മറ്റു പലരും CPM-നെ ശത്രുവായി കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPIM-നെയാണ് ഏറ്റവും വലിയ ശത്രുവായി നമ്മുടെ രാജ്യത്ത് ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ BJP കാണുന്നത്. മനു ബരത്താണ് ചേരുന്നത്. മനു, ലീഗിന് അല്ലെങ്കിൽ ലീഗ് അന്നത്തെ സമരത്തിലുണ്ടായ പരാമർശങ്ങൾക്ക് ശക്തമായ പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മറ്റെന്തൊക്കെയാണ്? ഈ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിലാണ് ലീഗിനെതിരെ വീണ്ടും മുഖ്യമന്ത്രി ശക്തമായ പ്രതികരണം നടത്തിയത്. ലീഗിന്റെ സംസ്കാരം കോഴിക്കോട് കണ്ടു. അവിടെ വലിയ ഓരോ പ്രാദേശിക ഘടകത്തിലും പറഞ്ഞ് ലീഗ് ആളുകളെ എത്തിച്ചു. പക്ഷെ അങ്ങനെ ആളുകൾ വന്നാൽ അതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പൊതുവികാരം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സർക്കാരല്ല കേരളത്തിലുള്ളത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല ലീഗിന്റെ സംസ്കാരം അദ്ദേഹം അപലപിച്ചു. എന്തിനാണ് ഇത്രയും വലിയ അസഹിഷ്ണുത തന്നോട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. എന്റെ അച്ഛനെ പറയാൻ മാത്രം എന്ത് വികാരമാണ് നിങ്ങളെ നയിക്കുന്നത്? കണ്ണൂരിൽ നിന്നും മനു ബരത്താണ് വിവരങ്ങൾ നൽകിയത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ തെരഞ്ഞെടുത്തു. 50-അംഗ ജില്ലാ കമ്മിറ്റിയും 12-അംഗ ജില്ലാ സെക്രട്ടേറിയറ്റും പ്രഖ്യാപിച്ചു. പിണറായി ഏരിയ സെക്രട്ടറി K ശശിധരൻ, പേരാവൂർ ഏരിയ സെക്രട്ടറി M രാജൻ, മാടായി ഏരിയ സെക്രട്ടറി K പത്മനാഭൻ, DFI ജില്ലാ പ്രസിഡന്റ് മനു തോമസ് തുടങ്ങിയ 11 പേർ പുതിയതായി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രായപരിധി കഴിഞ്ഞതുകൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും മറ്റ് കാരണങ്ങളാലും 14 പേരെ ഒഴിവാക്കി. 12-അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ N സുകന്യയെ ഉൾപ്പെടുത്തി സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കി. 50-അംഗ ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വനിതാ പ്രാതിനിധ്യം, ന്യൂനപക്ഷ പ്രാതിനിധ്യം, ആദിവാസി പ്രാതിനിധ്യം, യുവജന പ്രാതിനിധ്യം എല്ലാം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം. കുർബാന ഏകീകരണത്തിൽ കർദിനാൾ ആലഞ്ചേരിക്കെതിരെ ആഞ്ഞടിച്ച വിമത വിഭാഗം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ കർദിനാളിനെ ബഹിഷ്കരിക്കാനും തീരുമാനമായി. ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അല്ലാതെ ആലഞ്ചേരിയെ അതിരൂപതയിൽ കയറ്റില്ല എന്ന് കലൂരിൽ ചേർന്ന യോഗത്തിന് ശേഷം വിമത വിഭാഗം പറഞ്ഞു. ജനാഭിമുഖ കുർബാനയ്ക്കായി ശക്തമായ പ്രക്ഷോഭം നടത്തും. കേന്ദ്രമന്ത്രിയുമായുള്ള കർദിനാളിലെ കൂറുകാഴ്ച ദുരൂഹമാണെന്നും ഇവർ പറഞ്ഞു. ഈ മണ്ണിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മണ്ണിൽ എന്നെന്നും നിലനിർത്താൻ ഞങ്ങളുടെ ജീവൻ കൊടുത്തും ചോര കൊടുത്തും ഞങ്ങൾ പോരാടുമെന്ന്
പ്രതിജ്ഞയെടുക്കാനാ ഞങ്ങളോട് ഒരുമിച്ചിരിക്കുന്നത്. ഇതൊരു പോരാട്ടത്തിന്റെ തുടക്കമാ. ഇതിനി ലോകമെമ്പാടും വ്യാപിക്കും. ഇതിന്റെ അലയടികൾ എല്ലാ വിശ്വാസികളും ഏറ്റെടുക്കും. കൽദായ തീവ്രവാദത്തെ സിറോ മലബാർ സഭയുടെ മണ്ണിൽ നിന്നും വേരോടെ ഞങ്ങൾ പിടിച്ചെടുക്കും. ഞങ്ങളുടെ തീരുമാനങ്ങൾക്ക്, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു കർദിനാളിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. വളരെ കൃത്യമായിട്ട് വേറൊരു കാര്യം കൂടി പറയാം. കർദിനാൾ ആലഞ്ചേരി സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനാണ് എന്ന നിലയിൽ നിന്ന് വല്ലാതെ തരം താഴ്ന്നു പോയി. കർദിനാൾ ആലഞ്ചേരി ഒരു പക്ഷത്തിന്റെ മാത്രം തലവരാണിപ്പോൾ, കൽദായ പക്ഷത്തിന്റെ മാത്രം തലവരാണ്. കുർബാന ഏകീകരണം നടത്തണമെന്നാവശ്യപ്പെട്ട് അതിരൂപത ആസ്ഥാനത്തേക്ക് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിച്ചു. സഭാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. സംസ്ഥാനത്ത് പച്ചക്കറി വില വീണ്ടും കുതിക്കുന്നു. തക്കാളി കിലോയ്ക്ക് 120 രൂപയും മുരിങ്ങയ്ക്ക് 300 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുവിപണിയിൽ ഇടപെടുമെന്ന സർക്കാർ വാഗ്ദാനം ഇതുവരെയും ഫലം കണ്ടു തുടങ്ങിയിട്ടില്ല. 1 കിലോ 60 രൂപ, ചുരക്ക 1 കിലോ 60 രൂപ, സവാള 1 കിലോ 50 രൂപ, ഉരുളക്കിഴങ്ങ 1.5 കിലോ 50 രൂപ, തക്കാളി 1 കിലോ 100 രൂപ, പച്ചമുളക് 1/4 കിലോ 30 രൂപ. ഇനി പച്ചക്കറി വിഭവങ്ങൾ ഒരുക്കുക അത്ര എളുപ്പമല്ല. കാരണം അതുപോലെയാണ് ഓരോന്നിന്റെയും വില. മുരിങ്ങാക്കായുടെ വില 300 കടന്നു. തക്കാളി 120 തികച്ചതിന്റെ ചുവപ്പിലാണ്. പയർ, വെണ്ട, ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, പച്ചമുളക് എന്നിവയെല്ലാം ചില്ലറ വിപണിയിൽ 70-ലെത്തി. വിലക്കയറ്റത്തിന് കാരണമായി വ്യാപാരികൾ പറയുന്നത് ഇങ്ങനെ: മഴ പെയ്ത് കൃഷിയൊക്കെ നഷ്ടപ്പെട്ടുവല്ലോ, അതാണ് കാരണം. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇപ്പോൾ 1 കിലോ മേടിക്കുന്ന ആൾക്കാർ 1/2 കിലോ വെച്ച് വാങ്ങിക്കുന്നു. ഞങ്ങളിപ്പോൾ 2 ചാക്ക് എടുക്കുന്നത് 1 ചാക്കായി. ക്വാണ്ടിറ്റി കുറഞ്ഞു, സെയിൽ കുറഞ്ഞു. വില കൂടിയതോടെ വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും വാങ്ങുന്നതിന്റെ അളവും കുറഞ്ഞു. പറയേണ്ടത് കണ്ടില്ലേ, തക്കാളിക്ക് 100 രൂപ, 30 രൂപ ഉണ്ടായ സാധനമാണ്. പച്ചമുളക് 120 രൂപ. നമ്മളൊന്നും ഒരിക്കലും ഇതുവരെ ഈ വിലക്ക് വാങ്ങിച്ചിട്ടില്ല. ഒരു ഗ്യാസ് മേടിക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. എങ്ങനെ ജീവിക്കും? തക്കാളിക്ക് നല്ല റേറ്റ് കൂടുതലാണ് ഇപ്പോൾ. അതുകൊണ്ട് വേണമെന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വാങ്ങണമെന്ന്. പച്ചക്കറി വില നിയന്ത്രിക്കാൻ ഇടപെടുമെന്ന് മന്ത്രിമാരടക്കം നേരത്തെ ഉറപ്പു നൽകിയതാണ്. 2 ആഴ്ചയായിട്ടും വില കുറയാത്തത് ഇടപെടൽ ഫലം കാണുന്നില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ഇടനിലക്കാരില്ലാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സർക്കാർ നേരിട്ട് പച്ചക്കറി സംഭരിച്ച് വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് സർക്കാർ നീക്കം. തമിഴ്നാട് അടക്കമുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട് ഇടത്തട്ടുകാരെ ഒഴിവാക്കി പച്ചക്കറി ഇറക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. തെങ്കാശിയിൽ നിന്ന് അടുത്ത ആഴ്ച കൂടി നമുക്ക് കൂടുതലായി പച്ചക്കറികൾ കർഷക സംഘങ്ങളിൽ നിന്ന്, ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളിൽ നിന്ന് പച്ചക്കറി എത്തിക്കാൻ കഴിയും. അയൽ സംസ്ഥാനങ്ങളിൽ പച്ചക്കറിക്ക് വില കൂടിയതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പ്രതിസന്ധി ഹോർട്ടികോർപ്പിനും സർക്കാരിനും ഉണ്ടായിട്ടുണ്ട്. നഷ്ടം സഹിച്ചിട്ടായാലും ആ നേരത്തെ ഉണ്ടായിരുന്ന വിലയിൽ വർധന വരുത്തേണ്ടതില്ല എന്ന് ഹോർട്ടികോർപ്പിനോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രാദേശികമായി വിളയിച്ചെടുത്ത പച്ചക്കറികളും വിപണിയിൽ സുലഭമാക്കാനുള്ള ശ്രമവും സജീവം. ന്യൂസ് 18 കൊച്ചി. വർദ്ധിപ്പിച്ച സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചെന്ന് മന്ത്രി GR അനിൽ. മുളകിന് 8 രൂപ കുറച്ച് 126 രൂപയാക്കി. കടക്, മല്ലി, വൻപയർ എന്നിവയ്ക്ക് കിലോയ്ക്ക് 4 രൂപയും കുറച്ചു. ചെറുപയർ, പരിപ്പിന് 10 രൂപയും കുറച്ചിട്ടുണ്ട്. പഞ്ചസാര, ജയ അരി, മട്ട അരി എന്നിവയ്ക്ക് കിലോയ്ക്ക് 50 പൈസയും കുറച്ചു. 13 ഉൽപ്പന്നങ്ങൾക്ക് 6 വർഷമായി വില കൂട്ടിയിട്ടില്ല എന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. UK നിന്നെത്തിയ എറണാകുളം സ്വദേശിയിലാണ് സ്ഥിരീകരിച്ചത്. ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, വിശദാംശങ്ങൾ. ഗോപി, ഇദ്ദേഹം 6-ാം തീയതിയാണ് എത്തിയത്. എത്തിയ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷം ഇദ്ദേഹം 7-ാം തീയതി ഇദ്ദേഹത്തിന് വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പരിശോധിക്കുകയും 8-ാം തീയതി പോസിറ്റീവാണെന്ന് അറിയുകയും ചെയ്തു. അപ്പോൾ തന്നെ ക്വാറന്റൈൻ നടപടികൾ അദ്ദേഹത്തെ പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റുകയും തുടർന്ന് ജനറിക് ശ്രേണീകരണത്തിന് അയക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒമിക്രോൺ ആണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന് കോണ്ടാക്ട് ഉള്ളത് ഒന്ന്, ഇദ്ദേഹം UK നിന്ന് അബുദാബി വഴിയാണ് കൊച്ചിയിൽ വന്നത്. കൊച്ചി സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ ഏകദേശം 120-ലധികം ആളുകളുണ്ട്. പക്ഷേ അത്രയും ആളുകൾ ഇദ്ദേഹവുമായി കോണ്ടാക്റ്റിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹവുമായി അടുത്ത സീറ്റുകളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ക്ലോസ് കോണ്ടാക്റ്റിൽ ഉള്ളവരായി കണക്കാക്കുന്നത്. അവരെ നേരത്തെ തന്നെ ക്വാറന്റൈൻ ചെയ്തിരുന്നു. ഇത് കൂടാതെ ഇദ്ദേഹത്തിന്റെ ഭാര്യ മാതാവും പോസിറ്റീവാണ്. ഇവരെയും ഇപ്പോൾ പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി. ഒമിക്രോൺ സ്ഥിരീകരിച്ച ശേഷമാണ് അവർക്ക് പോസിറ്റീവായത്. ഉമേഷേ,
തീർച്ചയായും ഇദ്ദേഹത്തിന് പോസിറ്റീവായതിനു ശേഷമാണ് അവർക്ക് കൂടി പോസിറ്റീവായത്. ഇവരെന്തായാലും ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. ഒമിക്രോൺ സ്ഥിരീകരിച്ച ആൾക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇദ്ദേഹത്തിന് ആരോഗ്യനില സ്റ്റേബിളാണ്, ആശങ്കപ്പെടേണ്ടതില്ല എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 6-ാം തീയതി UK-യിൽ നിന്ന് അബുദാബി വഴി കൊച്ചിയിലെത്തിയ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈനിലാണ്. നേരത്തെ തന്നെ ക്വാറന്റൈൻ നടപടികൾ ശക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ എല്ലാം ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിലവിൽ ഇദ്ദേഹത്തിന് ഒമിക്രോൺ എന്ന് സ്ഥിരീകരിച്ചാലും അദ്ദേഹത്തിന്റെ കോൺടാക്റ്റിലുള്ളവരെല്ലാവരും ക്വാറന്റൈനിലായിരുന്നുകൊണ്ട് വലിയ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോ വേറെ കോൺടാക്ട് ട്രേസിംഗ് ഇനിയും ബാക്കിയുണ്ടോ? വേറെ കോണ്ടാക്ട് ട്രേസിംഗ് ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഏക കോണ്ടാക്ട് ഉണ്ടായിരുന്നവർ അവർ ഇപ്പോൾ പോസിറ്റീവാണെന്ന് തിരിച്ചറിയുകയും അവരും ക്വാറന്റൈനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇദ്ദേഹം എത്തിയപ്പോൾ തന്നെ 6-ാം തീയതി എത്തുന്നു. അതിനുശേഷം 7-ാം തീയതി അദ്ദേഹത്തിന് എയർപോർട്ടിൽ പരിശോധിച്ചപ്പോൾ അദ്ദേഹം നെഗറ്റീവായിരുന്നു. അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കുകയും തുടർന്ന് 8-ാം തീയതി നെഗറ്റീവ് ആയതിനു ശേഷം അദ്ദേഹം ആരൊക്കെയായി ബന്ധപ്പെട്ടു അതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടാവല്ലോ അല്ലേ സർക്കാർ? അദ്ദേഹം നേരെ എയർപോർട്ടിൽ നിന്നാണ്. എയർപോർട്ടിൽ നെഗറ്റീവ് ആണെങ്കിലും 7 ദിവസം ക്വാറന്റൈനാണ്. അതുകൊണ്ട് തന്നെ മറ്റാരുമായി കോൺടാക്റ്റിൽ ഇല്ലാതെ അദ്ദേഹം വീട്ടിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ മറ്റാരുമായി ഈ സമയത്ത് കോൺടാക്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനുശേഷം വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ കോൺടാക്ട് വന്നത്. അതായത് ഭാര്യ മാതാവ് എന്നീ കോണ്ടാക്ട് വന്നത്. എന്തായാലും അതും ഇപ്പോൾ അവരും ക്വാറന്റൈനിലാണ്. അവർ പോസിറ്റീവാണ്, അവരും ക്വാറന്റൈനിലായിരുന്നു ആ സമയത്ത് തന്നെ. അതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഇദ്ദേഹത്തിന്റെ സീറ്റിന് സമീപത്ത് ഏകദേശം 26 മുതൽ 38 വരെയുള്ള ഒരു സീറ്റിനെ, അതായത് ഓപ്പോസിറ്റും അടുത്തും ഉണ്ടായിരുന്ന സീറ്റുകൾ ക്രമീകരിച്ചിരുന്നു. ആ സീറ്റുകൾക്ക് സമീപത്തുണ്ടായിരുന്നവരെയും ഇപ്പോൾ ഡോക്ടർ സുൽഫി ചേരുന്നു. ശ്രീ സുൽഫി, ഉമേഷ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം വലിയ ആശങ്കയുടെ ആവശ്യമില്ല, എല്ലാവരും തന്നെ ക്വാറന്റൈനിലായിരുന്നു, കോൺട്രാക്ട് ട്രേസിംഗും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ കേസുകളുടെ ഒമിക്രോൺ കേരളത്തിലും വരിക എന്നുള്ളത് എന്താ പറയാ, ഒരു ദിവസങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെയാണ്. ഇനിയും കൂടുതൽ കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വശത്ത് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളത് വളരെ ശക്തിയുക്തം പറയാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഒമിക്രോണിനെ കുറിച്ച് ഇതുവരെയുള്ള സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഡേറ്റയും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഡേറ്റയും ഒക്കെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ മൈൽഡായിട്ടുള്ള അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് ഒരു വശത്ത്, വാക്സിനേഷനെ അത് പരിപൂർണമായിട്ട് മറികടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വശത്ത്, അതോടൊപ്പം തന്നെ ഇതുവരെ മരണങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു രീതി. അങ്ങനെ എല്ലാം കണ്ടുവരുമ്പോൾ ഒമിക്രോൺ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തീരെയില്ല. ഇപ്പോൾ കേസുകളെല്ലാം ട്രേസ് ചെയ്യും, മറ്റു സ്ഥലങ്ങളിൽ ധാരാളം കേസുകൾ പൊട്ടിപ്പുറപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് തന്നെ ഒരു ഭയപ്പാടിന്റെ രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് പ്രാഥമികമായിട്ട് പറയാൻ കഴിയും. പ്രാഥമികമായിട്ട് സ്വാഭാവികമായിട്ടും ആശ്വാസം. പക്ഷേ സാർ, ഇത് ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതിയിൽ പെരുമാറുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അങ്ങനെ വരാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം നമുക്കറിയാമല്ലോ, തീർച്ചയായിട്ടും വൈറസിന് ഒരു പ്രാദേശികമായ രീതികൾ, അതായത് ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലമാണോ, ഭയങ്കര ചൂടുള്ള സ്ഥലമാണോ, അങ്ങനെയുള്ള വേരിയേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അറിയാലോ, പണ്ടുകാലം മുതൽ തന്നെ പറയുന്നത് തണുത്ത അന്തരീക്ഷത്തിൽ വൈറൽ ഫീവറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അന്തരീക്ഷത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും വൈറസിന് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുകയും അത് വളരെ വിചിത്രമായ അല്ലെങ്കിൽ ഇതുവരെ പ്രവർത്തിക്കാത്ത രീതിയിലുള്ള രീതിയിലേക്ക് അപകടകരമായ രീതിയിൽ പോകുമെന്ന് പറയാൻ ഒരു വസ്തുതയും ഒരു തെളിവും ഇതുവരെ നമുക്ക് ലഭ്യമല്ല. നന്ദി ഡോക്ടർ സുൽഫി. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. കേരളത്തിൽ ഒരു ഒമിക്രോൺ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. UK-യിൽ നിന്ന് വന്ന ഒരു പാസഞ്ചറിനാണ് ഒമിക്രോൺ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. UK-യിൽ നിന്ന് അബുദാബിയിൽ വന്നതിന് ശേഷം അബുദാബിയിൽ നിന്ന് 6-ാം തീയതി എത്തിഹാദ് വിമാനത്തിൽ അദ്ദേഹം കൊച്ചിയിലെത്തി. രണ്ടാമത്തെ ദിവസം, ആദ്യ ദിവസം അദ്ദേഹം നെഗറ്റീവായിരുന്നു. രണ്ടാമത്തെ ദിവസം 8-ാം തീയതി നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹം പോസിറ്റീവാണ് എന്ന് കണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സാമ്പിൾസ് പരിശോധിച്ചു. ഇപ്പോൾ അത് ഒമിക്രോൺ പോസിറ്റീവാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാ യാത്രികരെയും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അടുത്തുള്ള സീറ്റുകൾ, ഒരു 26 മുതൽ 32 വരെയുള്ള ഒരു ഹൈ റിസ്ക് പാസഞ്ചേഴ്സിനെ എല്ലാം ആ രീതിയിൽ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. 149 പേരായിരുന്നു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത്. എല്ലാവരെയും ഇൻഫോം ചെയ്തു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അദ്ദേഹത്തിൻ്റെ നില സ്റ്റേബിളാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഏക പ്രാദേശികമായിട്ടുള്ള കോണ്ടാക്ട് അദ്ദേഹത്തിൻ്റെ മാതാവാണ്. അപ്പോൾ ഭാര്യയും അമ്മയും പോസിറ്റീവായിട്ടുണ്ട്. ഇവരെ പ്രത്യേകമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള വാർഡിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയും
വൈഫിനെയും മാറ്റിയിട്ടുണ്ട്. എല്ലാവിധമായിട്ടുള്ള നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. കോൺടാക്ട്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിനെ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് ആ രീതിയിലുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ ഒരു രീതി ആവശ്യമില്ല. എല്ലാ ജാഗ്രതയും മുൻകരുതൽ പ്രവർത്തനങ്ങളും എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പോസിറ്റീവ് കേസ് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ. ഉമേഷ് ചേരുന്നത് പ്രതീക്ഷിക്കുന്നു. ഉമേഷ്, ഒമിക്രോൺ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദിവസം കേരളത്തിലെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് കണ്ടറിഞ്ഞ് തന്നെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തിരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേസിൽ തന്നെ പ്രാദേശിക കോൺടാക്റ്റ് ആയിട്ടുള്ള ആകെ 2 പേരേ ഉള്ളൂ. ആ 2 പേര് ഇപ്പോൾ നിരീക്ഷണത്തിലും ഐസൊലേറ്റഡ് വാർഡിലുമാണ്. ഇനി പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആ വിമാനത്തിലുണ്ടായിരുന്നവർക്ക് വല്ലതും അവരുടെ ആരോഗ്യസ്ഥിതി ആയിരിക്കും അല്ലേ വരും ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉമേഷേ, തീർച്ചയായും വിമാനത്തിൽ ഉണ്ടായിരുന്നവർ എന്തായാലും ക്വാറന്റൈനിലായിരിക്കും. എങ്കിലും വിമാനത്തിൽ ഉണ്ടായിരുന്നവർക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ 126 മുതൽ 32 വരെയുള്ള സീറ്റുകളിൽ ഇടുന്ന ആളുകൾ ഇതിനിടയിലായിരുന്നു അദ്ദേഹവും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകളിൽ ഇരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ ആരോഗ്യനില പ്രത്യേകം മോണിറ്റർ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. UK നിന്ന് വന്നവർ, അതായത് സ്വാഭാവികമായി ഈ ഹൈ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇവർക്ക് പരിശോധനയാണ് നടത്തുന്നത്. പരിശോധന അവർ സ്വന്തം ചിലവിൽ റാപ്പിഡ് RT-PCR ആണോ RT-PCR നടത്തേണ്ടി വരും. നടത്തി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരാതെ അവരെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വിടില്ല. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അവർ ആദ്യം നെഗറ്റീവാണ് എന്ന് കണ്ടെത്തിയത്. അതിനുശേഷം അദ്ദേഹത്തെ നേരെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. സ്വാഭാവികമായി നെഗറ്റീവ് ആണെങ്കിൽ വീട്ടിലേക്ക് വിടും. വീട്ടിലും പക്ഷേ 7 ദിവസം ക്വാറന്റൈനിൽ അത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. നമുക്ക് വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ വിജയകൃഷ്ണൻ ഇപ്പോൾ ചേരുന്നു. ഡോക്ടർ, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒമിക്രോൺ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ എത്തും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ നമ്മൾ എടുത്തിരുന്നു. ആ അർത്ഥത്തിൽ പ്രാദേശികമായ 2 പേർക്ക് മാത്രമേ ഇദ്ദേഹമായി കോൺടാക്ട് ഉള്ളൂ. അവരിപ്പോൾ നിരീക്ഷണത്തിലാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്കയുടെ ആവശ്യമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ വിജയകൃഷ്ണൻ കേൾക്കാമോ? അതേമാതിരി ടെലിഫോൺ ലൈനിലോ വ്യക്തത. ഉമേഷ് തുറന്നോളൂ. ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ 7 ദിവസം കഴിഞ്ഞ് വീണ്ടും പരിശോധിക്കണം. അതിനിടയിൽ ഏതെങ്കിലും രീതിയിൽ ഈ ക്വാറന്റൈൻ കാലയളവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പരിശോധിക്കുകയാണ് വേണ്ടത്. അത്തരത്തിൽ 2ാം ദിവസം അദ്ദേഹത്തിന് പനി അനുഭവപ്പെട്ടു. ഉമേഷ്, ഇതിലൊരു സംശയമില്ല. ഇപ്പോൾ ഈ 26 ഉമേഷ് പറഞ്ഞ സീറ്റ് നമ്പർ അതിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്നവര് അവർ ഹൈറിസ്ക് രാജ്യത്ത് നിന്ന് വന്നവരല്ല എന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷേ ക്വാറന്റൈനിൽ പോയിട്ടുണ്ടാവില്ലല്ലോ അല്ലെ? അപ്പൊ അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരില്ലേ? ഒരുപക്ഷെ കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നോ അതോ UK നിന്ന് അബുദാബി വഴി നേരെ എത്തിയ എത്തിഹാദ് വിമാനമായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി കൺഫേം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലൊരു പക്ഷേ അബുദാബിയിൽ നിന്ന് ആളുകൾ അല്ലെങ്കിൽ യാത്രക്കാർ കയറാൻ സാധ്യത കുറവാണ്. അല്ല, കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സാധ്യത കൂടുതലുമാണ്. അബുദാബിയിൽ നിന്ന് ആളുകൾ കയറാനുള്ള സാധ്യത കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിലും ഈ പറയുന്നത് പോലെ 7 ദിവസം ക്വാറന്റൈൻ ഇവർക്കും പാലിക്കേണ്ടി വരും. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും 7 ദിവസം ക്വാറന്റൈൻ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത്തരത്തിൽ ഉള്ളവരും ഈ ദിവസങ്ങളിൽ 6-ാം തീയതി എത്തുകയും അതിനുശേഷം ഈ ദിവസങ്ങളിൽ ഇപ്പോഴും ക്വാറന്റൈൻ പീരീഡ് അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്വാറന്റൈനിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ എയർപോർട്ടിലുള്ള പരിശോധനകൾ ഈ ഹൈറിസ്ക് രാജ്യങ്ങളിൽ വരുന്ന എല്ലാവരെയും നടത്തുന്നുണ്ട്. എല്ലാവർക്കും ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരെയും പരിശോധിക്കും. ഒപ്പം റാൻഡമായിട്ട് ഹൈറിസ്ക് രാജ്യങ്ങളിൽ അല്ലാതെ ഇന്റർനാഷണൽ ട്രാവൽ ചെയ്ത് വരുന്ന ആളുകളെ റാൻഡമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധനയും, അതായത് 2% പേരെ, അതായത് 100 പേര് വരെയാണെങ്കിൽ മനസ്സിലായി. ഇപ്പോൾ അമർ ഫെറ്റിൽ ഡോക്ടർ കൂടി ചേരുന്നു. ഡോക്ടർ, ഏതായാലും ഒമിക്രോൺ ഒരു റിപ്പോർട്ടാണ്, ഒരാൾക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇപ്പോൾ കോവിഡ് രോഗവുമുണ്ട്. അവരെ ഐസൊലേറ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ, നിലവിലെ ലോക സാഹചര്യങ്ങളും നമ്മൾ പ്രോട്ടോക്കോളും വെച്ചിട്ട്? അതെ, ഇതിനായിട്ടുള്ള നിരീക്ഷണം നമ്മൾ എയർപോർട്ട് വരികയാണുള്ളത് അറിയുന്നത്. അപ്പൊ അത് ഇന്നലെ നാളെന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് നേരത്തെ ഇരുന്നിരുന്നു. ശക്തിയായ സർവൈലൻസിനെ കൊണ്ടായിരിക്കും ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിയ ഒരാളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. പിന്നെ രണ്ടാമത് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പകരുമൊന്നുമില്ല. കാരണം എയർപോർട്ട് ഒരു വഴി വരുന്ന ആൾക്കാരുടെ കോൺടാക്ട്സിനെ ട്രേസിങ്ങും അവരുടെ ക്വാറന്റൈൻ നടപടികളെല്ലാം വളരെ ശക്തിയായിട്ടും വളരെ കൃത്യമായിട്ട് മാർഗരേഖ പ്രകാരമാണ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്, കേരളത്തിൽ ഇതുവരെ നമ്മൾ കൺസിഡർ നോക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ച് ഇപ്പോഴും എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ട് തന്നെയാണ് റോഡിലും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അധികം മെജോറിറ്റി ആൾക്കാരും മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടി എത്തിയ സ്ഥിതിക്ക് നമ്മൾ മാസ്ക് മുഖത്ത് നിന്ന് തടിയിലേക്ക് മാറ്റി ഒന്ന് ശ്രദ്ധിക്കണം കൂടുതലായിട്ട് അല്ലേ?
അതെ അതെ, ഈ താടിയിലേക്ക് പോകരുത്. അപ്പൊ നമ്മൾ നേരത്തെ ഉള്ള മെഷേഴ്സിനെ കുറച്ചുകൂടെ ശക്തിയാക്കിയാണ്. ഡെൽറ്റ വന്നപ്പോൾ തന്നെ താടിയിൽ നിന്ന് മുകളിലോട്ട് മാസ്ക് കയറി. പക്ഷേ അത് കഴിഞ്ഞിപ്പോ ഇല്ല എന്ന് പറയുമ്പോഴേക്കും അമർ സാർ ഒരു നിമിഷം. മിനിസ്റ്റർ വീണ ജോർജ് ആയിരുന്നു. മിനിസ്റ്റർ, സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെ നാളെ ഇതിവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് മുന്നിൽ കണ്ട് കൃത്യമായ സർവൈലൻസ് കാര്യങ്ങളും പ്രോട്ടോക്കോളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതുകൊണ്ട് വലിയ റിസ്ക് അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം ഈ UK-യിൽ നിന്നെത്തിയ ഈ വ്യക്തി, അദ്ദേഹത്തിന്റെ ലോക്കൽ കോണ്ടാക്ട് ഭാര്യ മാതാവ് മാത്രമാണ്. അദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്ത വൈഫും അമ്മയും പോസിറ്റീവ് ആയിട്ടുണ്ട്. പക്ഷെ അവർ കഴിഞ്ഞ ദിവസമാണ് പോസിറ്റീവ് ആയത്. ഇദ്ദേഹം 6-ാം തീയതിയാണ് ഇദ്ദേഹവും വൈഫും UK-യിൽ നിന്ന് അബുദാബി വഴി കൊച്ചിയിലെത്തിയത്. അപ്പോ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മളിത് അറിഞ്ഞപ്പോൾ തന്നെ ശേഖരിച്ചു. അവരെല്ലാം ഇൻഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ സീറ്റിനടുത്തുള്ള ഒരു കുറച്ച് സീറ്റുകൾ, അത് ഹൈ റിസ്ക് പാസഞ്ചേഴ്സ് ആണ്. അപ്പൊ അവരെയും പ്രത്യേകമായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ നമ്മളൊരു ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റി. ഇതുകൂടാതെ അമ്മയെയും വൈഫിനെയും അവർ പോസിറ്റീവ് ആണ് എന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ അവരെയും പ്രത്യേകമായിട്ട് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെയും ഇവരുടെ ആരോഗ്യസ്ഥിതി സേഫ് ആണല്ലോ അല്ലേ? അതെ അതെ, അവർ വളരെ സ്റ്റേബിൾ ആണ്. മറ്റു കുഴപ്പങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവർ ഒമിക്രോൺ പോസിറ്റീവ് ആണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു പൊതു ജാഗ്രത നമുക്ക് സംസ്ഥാനത്ത്, അത് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത തന്നെയാണ്. നമ്മൾ മാസ്കും സോപ്പും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക, അങ്ങനെ ബേസിക് സാമൂഹ്യ അകലം പാലിക്കുക, ബേസിക്സ് ഒന്നുകൂടി നമ്മൾ ശക്തമാക്കുക. വാക്സിനേറ്റഡ് ആകാത്തവർ, 2-ാം ഡോസ് എടുക്കാൻ ഡ്യൂ ആയിട്ടുള്ളവർ വാക്സിനേഷൻ എടുക്കണം എന്നുള്ളതാണ് പ്രത്യേക അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. മിനിസ്റ്റർ തിരക്കിലാണെന്ന് അറിയാൻ നല്ലൊരു സംശയം കൂടി. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്തടുത്ത സീറ്റിലിരുന്ന ആൾക്കാർ അവരും ഈ പറഞ്ഞ ഹൈ റിസ്ക് കൺട്രിയിൽ നിന്ന് വരുന്നതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സ്ക്രൂട്ടിനിക്ക് വിധേയമായിട്ടുണ്ടാവുമോ? അവർക്ക് ഇനി കോൺടാക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മറ്റുള്ളവരായിട്ട് ഈ ലോക്കൽ കോൺടാക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇവർ ഓൾറെഡി 6-ാം തീയതി വന്നവരാണ്. അപ്പോൾ ഇവർ ഓൾറെഡി 7 days ക്വാറന്റൈൻ. കാരണം ഹൈ റിസ്ക് കൺട്രീസിൽ നിന്ന് വന്നവർ 7 days ക്വാറന്റൈൻ ഉണ്ട്. അതുകൂടാതെ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഈ ഇദ്ദേഹം UK-യിൽ നിന്ന് അബുദാബിയിലെത്തി, അബുദാബിയിൽ നിന്നാണ് വന്നത്. അപ്പൊ മറ്റ് സ്ഥലത്തു നിന്നുള്ള യാത്രക്കാരും ഉണ്ടാകാം. ഏതായാലും ഇവരെ എല്ലാം സെൽഫ് മോണിറ്ററിംഗ് 7 ദിവസം വേണം എന്നുള്ളതും സാമൂഹ്യ ഇടപെടലുകൾ ഒഴിവാക്കണം എന്നുള്ളതുമാണ് മിനിസ്റ്റർ അതാണ് ചോദിച്ചത്. അങ്ങനെ അബുദാബിയിൽ നിന്ന് കയറി ആരെങ്കിലും അവരുണ്ടെങ്കിൽ, അവർക്ക് ലക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവില്ല ട്രേസ് ചെയ്യാൻ? അല്ല, എല്ലാ കോണ്ടാക്ട്സും, അതായത് ഇവര് ഈ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നവർ, അതുപോലെ തന്നെ ഹൈ റിസ്ക് കോണ്ടാക്ട്സ്, ഇവരുടെ എല്ലാം കോണ്ടാക്ട്സ് ഇവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അവരുടെ കോണ്ടാക്ട്സും ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് ഏതെങ്കിലും പ്രത്യേകമായി കോണ്ടാക്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോണ്ടാക്ട്സിന് ഈ ഘട്ടത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒമിക്രോൺ തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ബാക്ക് ടു ബേസിക്, മാസ്ക് മുഖത്ത് വയ്ക്കുക, സാനിറ്റൈസ് ചെയ്യുക, ജാഗ്രതയോടെ പോവുക, അത്രേ വേണ്ടുള്ളൂ അല്ലേ? അതെ, ജാഗ്രത ഉണ്ടാകണം. കാരണം ഇത് അതിതീവ്ര വ്യാപന ശേഷി ഉള്ളതാണ്. ഒരു 5 ഇരട്ടി ഡെൽറ്റയെക്കാളും വ്യാപന ശേഷി ഉള്ളതാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിശ്ചയമായിട്ടും ഒരു വലിയ ജാഗ്രത എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാകണം. നന്ദി മിനിസ്റ്റർ. ഇപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയ അനുസരിച്ച് ഒരു പുതിയ സാഹചര്യമാണ്, അതിവ്യാപന ശേഷിയുള്ള ഒരു പുതിയ വൈറസ്. അതുകൂടി നമ്മുടെ നാട്ടിൽ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടർ അമർ ഫെറ്റിലാണെങ്കിലും മറ്റ് വിദഗ്ധരാണെങ്കിലും പറഞ്ഞതനുസരിച്ച് മറ്റ് രാജ്യങ്ങളിൽ ഇത് വലിയ പ്രഹരശേഷി, മനുഷ്യൻ്റെ ആരോഗ്യത്തിന് മുകളിൽ വലിയ പ്രഹരശേഷി ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ ആശങ്കയ്ക്ക് കാര്യമില്ല. പക്ഷേ അപകടത്തിൽ പെടാതെ സ്വയം സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമായതുകൊണ്ട് ഇതുവരെ അനുവർത്തിച്ചിരുന്ന ബേസിക് കാര്യങ്ങൾ, അത് മാസ്ക് ഇടുക, അകലം പാലിക്കുക, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ മറന്നു തുടങ്ങിയ ആ വക കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കുന്നു എന്നർത്ഥം. അമർ ഫെറ്റിൽ കൂടി ചേരുന്നത് സാർ. മിനിസ്റ്റർ വന്നുകൊണ്ട് ഞാൻ ഒന്നങ്ങോട്ട് പോയിന്നുള്ളൂ. സാർ തുടർന്നോളൂ. അപ്പോ ഈ അഡിഷണൽ സൂക്ഷിപ്പ്, കാരണം ഇത് ഈ പകർച്ചാശേഷി നേരത്തെ ഉള്ളവരൊക്കെ 5 ഇരട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ കാഷ്വലായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ഒരു കേസിൽ നിന്ന് ഇപ്പൊ ഈ വന്ന കേസൊക്കെ ഐസൊലേഷനിലാണ്. പക്ഷെ എപ്പോഴേലും ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത പോസിബിലിറ്റി നമ്മുടെ ലോക്കൽ കോണ്ടാക്ട് ഏതെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും, ഡിറ്റക്ട് ചെയ്യാതെ ഉള്ളതോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടെത്തുന്നത്. ആ ഒരു സാധ്യത എപ്പോഴും ഉണ്ട്. കാരണം നേരത്തെയുള്ള അതേ പാതയിൽ തന്നെയാണ് ഇതും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാസ്കിന്റെ കാര്യത്തിൽ ഓവർ ലാക്സ് ആണെങ്കിൽ അതിന്റെ പകർച്ച വളരെയധികം ആൾക്കാരിലേക്ക് ഒന്നിച്ചെത്താം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് കുറച്ചുപേരൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടിയൊക്കെ വരും. അപ്പൊ നമുക്ക് അതൊരു പ്രശ്നമായി തീരും. അതുകൊണ്ട് അത് വരാതിരിക്കാനാണ് എല്ലാ ജനങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് ഇത് വന്നാൽ ശല്യമാകരുത്, നമുക്കും ഫാമിലിക്ക് അത് ശല്യമാകരുത് എന്നൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെ സൂക്ഷിപ്പ്, അവരുടെ ഫാമിലിയുടെ സേഫ്റ്റി മുൻനിർത്തിയാണ് അതെല്ലാവരും ചെയ്യേണ്ടത്. ഇതിലാകെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, ഇപ്പൊ മിനിസ്റ്റർ പറഞ്ഞ പോലെ അബുദാബിയിൽ നിന്ന് കയറിയ ആൾക്കാർ അല്ലെങ്കിൽ 149 പേര് ഫ്ലൈറ്റിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ പഠിച്ചതനുസരിച്ച് ഈ രോഗത്തിന്റെ, ഈ വൈറസിന്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ പടരുമോ? എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇത്രയും പേര് ഒരു വിമാനത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ? ഇല്ല, ഫ്ലൈറ്റിൽ 3 റോ മുമ്പിലും 3 റോ ബാക്കിലും ആ സെയിം റോയും, അങ്ങനെ 7 റോ ആണ് സാധാരണ
ഒരു ഓർഡിനറി ചുമ തുമ്മൽ വഴിയൊക്കെ സംസാരം വഴി പകരാൻ ചാൻസ് വരും. അതുകൊണ്ട് ഇതിൽപ്പെട്ട ഈ 3 റോ മുമ്പിലും സെയിം റോയും 3 റോ ബാക്കിലും ഉള്ളവരെയാണ് ഒരു സ്ട്രോങ് നിരീക്ഷണത്തിൽ വെച്ച് അവരെ ഫോളോ അപ്പ് ചെയ്യുക. അല്ലാത്തവർക്ക് അങ്ങനെ ഒരു ഫ്ലൈറ്റിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് പകരണമെന്നില്ല. അപ്പോഴും ഈ രോഗമുള്ള ആള് തുമ്മിയാലോ അവരുടെ ഈ പറയുന്ന ശരീര ശകലങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ റിസ്ക് ഉള്ളൂ അല്ലേ? അതെ അതെ. അപ്പൊ അത് അവര് ഈ മാസ്ക്, പക്ഷെ അവരെല്ലാം മാസ്കും ഇത് ഷീൽഡൊക്കെ ധരിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അതും സാധ്യത കുറവാണ് അല്ലേ? ആഹാരം കഴിക്കലാണ് ഒരു പ്രശ്നം. യാത്രയിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് അങ്ങനെ ഇപ്പൊ ആഹാരം അധികം ഇല്ലെന്നാണ് ഞാൻ കേൾക്കുന്നത് ഫ്ലൈറ്റ്സിന്. പക്ഷെ ആഹാരം കഴിക്കുന്ന വേള അത് ഫ്ലൈറ്റ് അല്ല, ഈവൻ ഒരു ഓഫീസിനകത്തും ഒക്കെ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് ഏത് വൈറസിന്റെയും ഇതിന്റെ പുതിയ സ്ട്രെയിൻ വന്നാലും അതിന്റെ പകർച്ച രീതി ഒന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആഹാരം കഴിക്കുന്ന നേരത്ത് നമ്മൾ അകനകം ഇരുന്ന് ഫ്ലൈറ്റായി കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞിട്ട് മാസ്ക് ഒക്കെ ഇട്ട് മാത്രമേ പിന്നെ നമ്മൾ സോഷ്യലി ഇടപെടാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ സംസാരിച്ച് കഴിക്കുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് പകരം. ബാക്കി മുഴുവൻ നേരവും തീർച്ചയായും ഈ ഒരു നേരത്ത് അത് പകരം. അപ്പൊ ആഹാരം കഴിക്കുന്നത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഓഫീസിലും ജോലി സ്ഥലങ്ങളിലെല്ലാം കഴിയുന്നത്ര എല്ലാ ജനലും വാതിലും തുറന്നിട്ട് നല്ല കാറ്റോട്ടം ഉണ്ടാക്കുക. വേണമെങ്കിൽ എക്സോസ്റ്റ് ഫാൻസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ കാറ്റോട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ചെറിയ മുറികൾക്കൊക്കെ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വൈറസിന്റെ സാധ്യത കുറയുകയും എംബി കുറയുകയും പകർച്ചാശേഷി കുറയുകയും ചെയ്യും. അത് പൊതുവായിട്ടുള്ള തത്വം കൊറോണയ്ക്ക്. സാർ, ഈ ഒരു വേരിയന്റ് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും താങ്കൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രഹരശേഷി? ഇതുവരെ നമുക്ക് ടു ഏർലി ടു സേ ആണ്. പക്ഷെ ഇതുവരെ കണ്ടെടുത്തോളം മേജർ ആയിട്ടുള്ള ഇഫക്ട്സ് അതിന് വന്നിട്ടില്ല എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ അതിനെ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആൾക്കാരെ ബാധിക്കുമ്പോൾ വലിയ നമ്പേഴ്സിലേക്ക് അത് കിട്ടാം. വലിയ നമ്പേഴ്സിൽ കിട്ടുമ്പോൾ അതിന്റെ ഒരു ശതമാനമാണ് ചെറിയ ആശങ്കകളുള്ളപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒബ്സർവേഷന് വേണ്ടി കിടത്തേണ്ടി വരുന്നത് ചെറിയ ശതമാനമുണ്ട്. അത് ചെറിയ ശതമാനമാണെങ്കിലും അതിന്റെ നമ്പേഴ്സ് കൂടാം. പകരുന്ന നമ്പർ കൂടിയാൽ ഈ നമ്പറും കൂടാം. ICUവിൽ കിടക്കുന്നത് അതൊക്കെ ICUവിൽ കിടക്കേണ്ട ഒരു ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഇതുവരെ മൈൽഡാണ് കാണുന്നത്. പക്ഷേ കെയർഫുൾ ആയിരിക്കണം. കാരണം വൈറസ് കാരണം എപ്പോൾ വേണേലും രൂപം മാറാം. അതുകൊണ്ട് പബ്ലിക്കിനുള്ള അഡ്വൈസ് ഈ വൈറസിന്റെ പെരുമാറ്റത്തിൽ അത് കുറച്ച് പ്രഹരശേഷി കുറഞ്ഞെന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ഓവർ റിലാക്സ്ഡ് ആകരുത്. എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതുകൊണ്ട് പബ്ലിക് വളരെ സീരിയസ് ആയി തന്നെ ഇതിനെടുത്ത് പേടിയൊന്നും വേണ്ട, ഒരിക്കലും പേടി വേണ്ട, ഭീതി വേണ്ട. പക്ഷേ ഇന്റലിജന്റ് ആയിട്ട് തന്ത്രപരമായിട്ട് ഇതിനെ ഒഴിവാക്കുക, കിട്ടാതിരിക്കുക. അതായത് നിലവിൽ ഇത് വളരെ മൈന്യൂട്ട് ആയിട്ടാണ് വന്നു പോകുന്നത്. പക്ഷേ അന്ന് വെച്ചിട്ട് ആത്മവിശ്വാസത്തോടെ പോകേണ്ട കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെയൊക്കെ സ്വഭാവം മാറാം അല്ലേ? അതെ 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 അതെ. നന്ദി ഡോക്ടർ അമർ ഫെറ്റിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ആരോഗ്യമന്ത്രിയും അല്പസമയം മുമ്പുണ്ടായിരുന്നു. 149 യാത്രക്കാരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ ഈ ഒമിക്രോൺ സ്ഥിരീകരിച്ച യാത്രികൻ്റെ മുന്നിലുള്ള 3 റോവും പിന്നിലുള്ള 3 റോവും അതാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. അവരെ വിവരം അറിയിക്കുകയും അവരെ സ്പോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരും ക്വാറന്റൈനിലാണ്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ അവരുടെ കൂടി ആരോഗ്യസ്ഥിതിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ പ്രാദേശിക കോൺടാക്ട് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഇപ്പോൾ ക്വാറന്റൈനിലോ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് വാർഡിലോ ആണ്. അതുകൊണ്ട് അവരിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിനുള്ള സാധ്യത തുലോം കുറവാണ്. ബാക്കി യാത്രക്കാരുടെ അവസ്ഥയും അതുതന്നെയാണ്. അവരെയും കൃത്യമായി ക്വാറന്റൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒമിക്രോൺ കേരളത്തിൽ സ്ഥിരീകരിച്ചു, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു വലിയ ആശങ്കയുടെ ആവശ്യമില്ല. പക്ഷേ ഇതൊന്നാണ് സ്ഥിരീകരിച്ചത്, എപ്പോൾ വേണമെങ്കിലും അടുത്തതും ഉണ്ടാവാം. അതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. അലസത കഴിഞ്ഞ കുറച്ച് ദിവസമായി നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ഓരോരുത്തർക്കും എല്ലാവർക്കും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അലസത, ശ്രദ്ധയുടെ കാര്യത്തിൽ, ജാഗ്രതയുടെ കാര്യത്തിൽ അലസത ഒഴിവാക്കണം എന്നാണ് പുതിയ വാർത്ത നമ്മളെ പഠിപ്പിക്കുന്നത്. ഉമേഷ് കൂടി ചേരുന്നു. ഉമേഷ്, ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയുണ്ടായി, അതായത് ഇനിയിപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ എല്ലാം മോണിറ്ററിങ് അതെങ്ങനെയാണ്? സ്വാഭാവികമായി ഇനി ഹൈറിസ്ക് രാജ്യങ്ങളെ കേന്ദ്ര സർക്കാരാണ് പ്രഖ്യാപിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ICMR-ന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്ന മാറ്റം അനുസരിച്ച് ഓരോ രാജ്യങ്ങളും ഹൈറിസ്ക് ആയി മാറിക്കൊണ്ടിരിക്കും. രാജ്യത്ത് ഇതിനോടകം തന്നെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അവരെല്ലാം ഇതേ രീതിയിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു കമ്മ്യൂണിറ്റി കോണ്ടാക്ട് വരാൻ ഒരു സാഹചര്യവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ, ആദ്യം കർണാടകയിലാണ് സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ കർണാടകയിലും അങ്ങനെ ഒരു ഈ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ അത്തരം ഒരു സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ ഇപ്പോൾ എങ്ങനെയാണോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്, എങ്ങനെയാണോ വിദേശത്തു നിന്ന് വരുന്ന ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ മോണിറ്റർ ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ വരും ദിവസങ്ങളിലും തുടർന്ന് പോകും. ഇതോടൊപ്പം 3ാം തരംഗത്തിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇടയ്ക്ക് കുറച്ച് ഒന്ന് കുറഞ്ഞിരുന്നു. അത് വീണ്ടും ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഓക്സിജൻ ആവശ്യത്തിന് വീണ്ടും ഉൽപ്പാദിപ്പിക്കാനും കരുതൽ ശേഖരണം കൂട്ടാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ 3ാം തരംഗം ഒരുപക്ഷെ വാക്സിൻ എടുക്കാത്ത വലിയ സമൂഹം എന്ന് പറയുന്നത് കുട്ടികളാണ്. സ്വാഭാവികമായും അങ്ങനെ
ഒരു വ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളിലായിരിക്കും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പീഡിയാട്രിക് ICU അടക്കമുള്ളവ കൂടുതൽ സജ്ജമാക്കാനുള്ള ചുമതല നേരത്തെ തന്നെ പത്മനാഭ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ പത്മനാഭ ഷേനായി, ഏതായാലും അല്പം മുമ്പ് മിനിസ്റ്ററും സംസാരിച്ചിരുന്നു. ഒരാൾക്കാണ് സ്ഥിരീകരിച്ചത്, അദ്ദേഹത്തിന്റെ ക്ലോസ് കോൺടാക്ട് ഉണ്ടായിരുന്ന 2 പേർക്ക് പോസിറ്റീവാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിലവിൽ എല്ലാവരും തന്നെ ക്വാറന്റൈനിലായിരുന്നു. അവരെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ ഉമേഷ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് മുന്നൊരുക്കങ്ങൾ നടത്തണം. ഇനി അഥവാ ഒരു എന്താ പറയുക വേവ് കൂടി ഉണ്ടായാലോ എന്ന ആശങ്കയിൽ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട ഒരു സമയമായും തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ ഒമിക്രോൺ കേരളത്തിൽ വരും എന്നുള്ളത് നമ്മൾ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്. എപ്പോഴാണെന്നുള്ളത് ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാ രാജ്യങ്ങളും ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഇത് വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളം ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആണ്. ഇവിടെ ഏറ്റവും വിദേശ മലയാളികൾ ഇഷ്ടംപോലുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ വുഹാനിൽ നിന്ന് വന്നപ്പോഴും ആദ്യം ഇവിടെ കേരളത്തിലാണല്ലോ വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്സ് കുറച്ച് നല്ലതാണ്. അത് സിവിയർ ഡിസീസ് നേരത്തെ ഉള്ള പോലെ വരുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അസുഖം വന്നുപോയത് കൊണ്ടാണ്. ഒരു നല്ല ശതമാനം ആളുകൾക്ക് അസുഖം വന്നുപോയവർക്ക് വീണ്ടും ഇത് വന്നു കഴിഞ്ഞാൽ വാക്സിൻ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു സീരിയസ് ആകാനുള്ള ഗുരുതരമാകാനുള്ള സാധ്യത കുറയുന്നുള്ളതാണ് ആദ്യത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രശ്നം ഇത് കുറെ ആളുകൾക്ക് ഒരു സമയത്ത് ബാധിക്കും. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അതിലൊരു നിശ്ചിത ശതമാനം ആളുകൾക്ക് അസുഖം ഗുരുതരമാകാനും ഒരു ആശുപത്രി സംവിധാനം തകരാറിലാകാനുമുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. സാധ്യത കുറവാണ്. ഡെൽറ്റ പോലെ അത്രയും ഈ ഡെൽറ്റയ്ക്ക് ഉണ്ടായിരുന്ന അതേ പ്രോട്ടോകോൾ തന്നെ ആയിരിക്കുമോ ഇതിനുണ്ടാവുക? അതായത് സിവിയർ ആണെങ്കിൽ മാത്രം ആശുപത്രിയിലേക്ക് മാറുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അങ്ങനെ ആയിരിക്കുമോ? അതെ. ഇപ്പോഴത്തെ ഒരു ഏർലി സ്റ്റേജിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ അവരെ ക്വാറന്റൈൻ ചെയ്യുന്നത്. ക്വാറന്റൈൻ ഇപ്പോഴും അതുപോലെ തന്നെയൊക്കെ വേണം. എനിക്ക് തോന്നുന്നു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട കാര്യമൊന്നും ഇപ്പം വന്നിട്ടില്ല. അത്രയും ഒരു സിവിയർ ഡിസീസ് ഉണ്ടാക്കുന്നതായിട്ട് എങ്ങനെയൊന്നും റിപ്പോർട്ടുകളില്ല. അപ്പോൾ സിവിയർ ഡിസീസ് ഉണ്ടാകും, പക്ഷേ അത് വാക്സിനേറ്റഡ് അല്ലാത്ത ആളുകളാണ്, വാക്സിൻ എടുക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ മുമ്പ് അസുഖം വന്ന് മാറാത്ത ആളുകൾ. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് നോക്കുമ്പോൾ കേരളത്തിൽ അസുഖം വന്നുപോയതിന്റെ എണ്ണം കുറവായതുകൊണ്ട് കേരളത്തിൽ കുറച്ചൊരു ഈ അസുഖം സിവിയർ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കുറച്ചുകൂടി കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള മുൻകരുതൽ ഡെഫിനറ്റ്ലി നമ്മൾ നടത്തണം. അതുപോലെ ഈ ജനറ്റിക് സീക്വൻസിങ് എന്ന് നടന്നതാണ് അത് കഴിയുന്നതും പെട്ടെന്ന് ഇപ്പോൾ ഇതുപോലെ നമ്മൾ അനസ്തലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴിയുന്നതും പെട്ടെന്ന് ജനറ്റിക് സീക്വൻസിങ്ങിന്റെ ഒരു ടേൺ അറൗണ്ട് ടൈം, അതായത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് വരുന്ന രീതിയിലേക്ക് നമ്മൾ അത് ജെൻഡർ സ്ക്രീനിങ് നിർണ്ണയം അതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി സാറ് പറഞ്ഞ പോലെ വാക്സിനേറ്റഡ് ആണ് നല്ലൊരു വിഭാഗം ജനങ്ങൾ, പക്ഷേ വാക്സിനേറ്റഡ് അല്ലാത്തത് കുട്ടികളാണ്. എങ്ങനെയാണ് ആ ഒരു ആംഗിളിനെ കാണുന്നത്? അല്ല, കുട്ടികളിൽ ഇത് ഇതുവരെ നമ്മുടെ സ്കൂളുകളിൽ തുറന്നിട്ട് ഇപ്പോൾ 2 മാസം 1.5 മാസത്തോളമായി ഇതുവരെ വലിയ റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു വിജയമാണ്. ഈ ഒമിക്രോണിന്റെ പ്രശ്നത്തെ കുറച്ച് വ്യാപനശേഷി കൂടുതലാണ് അൺവാക്സിനേറ്റഡ് ആളുകളിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജാഗ്രത കുറച്ചുകൂടി കൂട്ടുക. കൂടുതൽ ഇപ്പോൾ ഉള്ള പ്രോട്ടോകോൾ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കണം. കാരണം ഇതുവരെ വരാത്തത് കൊണ്ട് നമ്മൾ ലാഘവത്തോടെ പോകരുത്. ഒമിക്രോണിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് നന്നായിട്ട് നമ്മൾ ഡെൽറ്റയെ തടുത്തു നിർത്തിയിട്ടുണ്ട് സ്കൂളുകളിൽ. അത് കുറച്ചുകൂടി, കാരണം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓവർ കോൺഫിഡൻസ് വരാൻ പാടില്ല. അത് എസ്പെഷ്യലി ഒമിക്രോൺ കൂടി വരുമ്പോൾ ആ കരുതൽ കുറച്ചുകൂടി കൂടുതലുണ്ടാകണം. അപ്പോൾ കുട്ടികൾക്ക് ഇത് അസുഖം വന്നാലും ചെറിയ രീതിയിൽ തന്നെ വന്നു പോകാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്രയും കുട്ടികളുടെ കാര്യം പേടിക്കണ്ട. പക്ഷെ കുട്ടികളുടെ അസുഖം കൊണ്ടുവന്ന് വീട്ടിലുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വാക്സിൻ എടുക്കാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ പ്രായമായവരുണ്ട്, അനുബന്ധ അസുഖങ്ങളുള്ളവരുണ്ടെങ്കിൽ അവർക്കാണ് കൂടുതൽ ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. നന്ദി ഡോക്ടർ പത്മനാഭ ഷേനായി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഉമേഷ് പറഞ്ഞു വരുന്നത് നമ്മളെ മുന്നൊരുക്കങ്ങളുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും ആ കാര്യങ്ങളിൽ കൂടെയുള്ള അതീവ ശ്രദ്ധ വരും ദിവസങ്ങളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു അല്ലേ? അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. കാരണം നമുക്ക് 2ാം തരംഗത്തിന്റെ ഒരു തീവ്രതയിൽ നിന്ന സമയത്ത് വലിയ രീതിയിൽ 3ാം തരംഗത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ കോവിഡ് വ്യാപനം കുറഞ്ഞു വരികയും വാക്സിനേഷൻ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തതോടുകൂടി അതിന് ഒരു അല്ലെങ്കിൽ അതിന്റെ ഒരു ശ്രദ്ധ കുറഞ്ഞിരുന്നു. അത് വീണ്ടും ഊർജിതമാക്കാനുള്ള ഇത്തരത്തിൽ കരുതൽ ഓക്സിജൻ ശേഖരണം ഉണ്ടാക്കുക. കൂടാതെ ഇത്തരത്തിൽ പീഡിയാട്രിക് ബെഡുകൾ, ICUകൾ, ഓക്സിജൻ ബെഡുകൾ, കിടക്കകൾ എന്നിവ സജ്ജമാക്കുക. ഇവയ്ക്ക് അത് വീണ്ടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധയൂന്നി താലൂക്ക് ആശുപത്രി മുതൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇനി സർക്കാരിന് മുന്നിലുള്ള അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് മുന്നിലുള്ള നടപടി. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും നമുക്കറിയാം ഡോക്ടർമാരുടെ സംഘടനകൾ വിവിധ ഘട്ടങ്ങളിലായി സമരത്തിലാണ്. ഇനി അവരെയും കൂടി അനുനയിപ്പിക്കേണ്ടതുണ്ട്. അതൊരു സർക്കാരിന്റെ മുന്നിൽ ഒരുപക്ഷെ നിർണായക ഘട്ടത്തിൽ അവരെ കൂടി അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. നാളെ മുതൽ മെഡിക്കൽ കോളേജുകൾ ഒരുപക്ഷെ സ്തംഭിക്കുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ നാളെ പോകാൻ സാധ്യതയുണ്ട്. അക്കാര്യങ്ങൾ കൂടി സർക്കാർ ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് മുൻകൈയെടുത്ത് അവരുടെ അർഹമായ ആനുകൂല്യങ്ങൾ നൽകി അല്ലെങ്കിൽ അവരുടെ പരാതികൾ കേട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടം കൂടിയാണ് മുന്നിലുള്ളത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഗോപി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് നിന്ന് 3777 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 57,121 സാമ്പിളുകൾ പരിശോധിച്ചു. 6.61 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 34 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 3856 പേർക്ക് രോഗം ഭേദമായി. സംസ്ഥാനത്ത് വാക്സിൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 97% പേർക്ക് 1 ഡോസ് വാക്സിനും 70.7% പേർക്ക് 2 ഡോസ് വാക്സിനും നൽകി. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചാൾസിന് സ്ഥാനം വേണ്ടെന്ന നിലപാടിൽ മാറ്റമില്ല എന്നും അദ്ദേഹം ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. Take me on the path of conflict. I'm not. You think you can elicit some other answer from me? Once I have told you, I have told you. Just to get a clarification, I will ask, it was not an afterthought. You are sticking to the same position from the beginning. My simple question is, in the matter of appointment of any Vice Chancellor, ever the opinion of the Advocate General was sought? Why in the case of Kannur, opinion of the Advocate General came? What does it show? And appointment has to be made by me. If at all opinion had to be taken, it was to be taken by me. My office will write to him, see to whom he has addressed his opinion. It means they were working overtime. When they came to me, they came armed with the opinion of the Advocate General to browbeat me into doing this. I am admitting, yes, I have done something wrong in succumbing to that pressure. But there was a reason why I accepted the pressure. I wanted to avoid that ugly scene where they called me resident. Despite explaining again and again, you are sticking to the same question. Wait, what? Give me one justification why Advocate General's opinion, why they brought the Advocate General's opinion. It means they were trying to pressurize me. I am admitting, yes, I succumbed to that pressure, but no more. You take over the post of Chancellor and you do whatever you like to do with the universities. I can't keep replying to what CM has said. It means he's lying, you are saying he's lying. Don't try to put words in my... Don't become over smart that I will say that he's lying. This is not the language which I use. But basically you are running away from your responsibility. Well, you have every right to come to that conclusion. You have every right to come to that conclusion. I stand by my decision. But you are the head of the state. Yes, I am head of the state and I am deeply concerned about the institutes of higher education. And I am seeing them going down the hill. So you have to stop the order. Yeah, but stop. I can act only within the normal parameters. I can't do this because I am not any. You know what my basic duty is? My basic duty is not to run the university, but only to see that the administration is being conducted in accordance with the law and the rules. That is my basic, that is my constitutional duty. This is a duty which has been given to me by the Kerala Assembly. Now if the government of the day does not allow me to perform my duty as defined in the law, it means there should be conflict between them and me. I don't want to have conflict. But sir, there were some examples. Governor rejected the proposal. Governor rejected. I am not saying that it is not there. It is there. But then Kerala, how many times I have said, they will go to the extent of describing me as resident. And they have a well-oiled machinery to indulge in campaign, obnoxious campaigns. I don't want to be victim of that campaign. Just for clarification, in any communication between you and... I have already told you only once during this period since I on 6th I tried to speak to Chief Minister. For 48 hours there was no response.
tried to, on 6th. Listen carefully. I'm not going to repeat it again and again. 6th, I tried to bring these things to his notice. For 48 hours, there was no response. Then I wrote the letter on 8th. On 9th, on 8th evening itself, Chief Secretary and Finance Secretary came with the reply of the Chief Minister. Written reply, which I have not, neither they have released nor I have released. And after meeting the Chief Secretary and the Finance Secretary and giving my response to the letter, I was hoping that CM will contact me personally, either on phone or whatever mode he decides to adopt. There was no response for anyone. There was no response till 10th morning. 10th morning, my office received a call that Finance Minister, CM has asked the Finance Minister to see me on 10th morning. I said I will meet because he is again നിലപാടിൽ coming ഉറച്ചു for the നിൽക്കുകയാണ് first ഗവർണർ. അഭിലാഷ് കുടിച്ചിരുന്നു. അഭിലാഷ്, ശുഭിതനായി തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. തീർച്ചയായും ഗോപികൃഷ്ണൻ, നിലപാടിൽ നിന്ന് ഒരു തരി പോലും ഗവർണർ പിന്നോട്ട് പോയിട്ടില്ല. സർവകലാശാലകളുടെ രാഷ്ട്രീയ നിയമനത്തോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചാൻസലർ പദവി എന്നത് ഭരണഘടനാ പദവി അല്ല എന്നതുകൊണ്ട് തന്നെ തനിക്ക് അത്തരം ഒരു ഉത്തരവാദിത്വത്തിൽ തുടരേണ്ട പശ്ചാത്തലം ഇപ്പോഴില്ല. അത് മുഖ്യമന്ത്രിക്ക് തന്നെ ഏറ്റെടുക്കാം. അല്ല എങ്കിൽ നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കാനേ തനിക്ക് സാധിക്കുകയുള്ളൂ. ഇതിൽ താൻ രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്, നിഷ്പക്ഷമായി ഗവർണർ എന്ന നിലയിൽ എല്ലാ മുഖ്യമന്ത്രി പറഞ്ഞ രണ്ട് കാര്യങ്ങളായിരുന്നു. കണ്ണൂർ വി സി നിയമനത്തിൽ ഗവർണർ ഒപ്പിട്ടതാണ്, കാലടിയിൽ ഒരു പേര് മാത്രം പറഞ്ഞു. അത് രണ്ടും അങ്ങനെയല്ല എന്നാണ് ഗവർണർ പറയുന്നത്, അല്ലേ? തീർച്ചയായും അദ്ദേഹം പറയുന്നത് അഡ്വക്കേറ്റ് ജനറലിന്റെ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു, സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദത്തിന്റെ കാര്യം താൻ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സംവാദത്തിനില്ല, പ്രത്യേകിച്ച് മാധ്യമ സംവാദത്തിന് താൻ ഇല്ല. മാധ്യമങ്ങൾ വഴി മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്താൻ താൻ ഇല്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, ഇത്തരം നിയമനങ്ങളിൽ ഒരു വ്യക്തിയുടെ പേരല്ല പരാമർശിക്കേണ്ടത് അല്ലെങ്കിൽ ശുപാർശയായി വരേണ്ടത്. ഒന്നിലധികം ആളുകളുടെ, യോഗ്യരായ ആളുകളുടെ പേര് ആണ് നിർദ്ദേശിക്കപ്പെടേണ്ടത്. അതിൽ നിന്ന് യോഗ്യനായ ഒരാളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അത്തരം സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഇത് അംഗീകരിക്കാനാവുന്ന ഒന്നല്ല. സ്വജനപക്ഷപാതവും രാഷ്ട്രീയവും ആണ് ഇപ്പോൾ എല്ലാ സർവകലാശാലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ആ നിലപാടുമായി മുന്നോട്ട് പോവുക എന്നത് സാധ്യമല്ല എന്നാണ് ഗവർണർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും സർക്കാരിന് വലിയ പ്രതിരോധമാണ് ഗവർണറുടെ ഈ വാക്കുകൾ തീർക്കുന്നത്. ഗവർണർ ശക്തമായി തന്നെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും രൂക്ഷമായ ഭാഷയിൽ തന്നെ മറുപടി പറയുകയും ചെയ്യുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരാം.